വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ചോറിൻ്റെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഇതെല്ലാം. ഇത് നാടൻ മല്ലിയിലയാണ്. ഞാനിപ്പോൾ മുറ്റത്തുനിന്ന് പറിച്ചുകൊണ്ട് വന്ന ഉപ്പ്, കുറച്ച് പയർ, ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് ഒരു തട്ടിക്കൂട്ടി ബിരിയാണി തന്നെ അങ്ങ് ആക്കിയേക്കാം. എല്ലാം തിളയ്ക്കുന്നുണ്ട്. അരിയെ ഇട്ട് കൊടുക്കാം. ചോറായിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ അടച്ചിടാൻ പോവാണ്. മീൻ വെച്ചിട്ടാണ് ചെയ്തത്. വീട്ടിൽ ഈ മീനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 3 കിളിമീൻ എടുത്തിട്ട് ഞാൻ നന്നാക്കി കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ മീന് വേണ്ടിയുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. തക്കാളി, സബോള അരിഞ്ഞത്, പെരിഞ്ചീരകവും കറുവപ്പട്ടയും ഏലക്കയെല്ലാം കൂടി, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. നമുക്കിതിനെ എല്ലാം കൂടി ഒന്ന് അരച്ച് എടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും ആദ്യം സബോളേനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പെയ്യെ വഴറ്റി കൊടുക്കാം. മുരിയാൻ ഇട്ടിട്ടുണ്ട്. തക്കാളി സബോളയെല്ലാം വഴന്നപ്പോൾ ഞാൻ പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി അരച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. പച്ചരിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാലയിൽ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി ഇളക്കി മുരിഞ്ഞ മീനൊന്ന് ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി, തേങ്ങാക്കൊത്ത്, സബോള എല്ലാത്തിനെയും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. സബോളയാണ് ആദ്യം വറുത്തെടുത്തിട്ടുള്ളത്, പിന്നെ ബാക്കി വറുത്തെടുത്ത്. ഇതേ നോക്കൂ, തട്ടിക്കൂട്ടൻ പച്ചരി മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് സബോളയും മുളക് പൊടി ഉപ്പും ചേർത്തിട്ടുള്ള സലാഡ് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പം നമുക്ക് അതിനെ എല്ലായിടത്തും ഒന്ന് ഒഴിച്ച് കൊടുക്കാം. മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീനെ പെറുക്കി വെച്ചിട്ട് ഇളക്കി മൂടി വെക്കാം. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വാവ്, അടിപൊളി! നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം.